ഹലോ ഗൈസ്, കുറച്ച് ദിവസം മുമ്പ് വെറുതെ പിൻട്രസ്റ്റിൽ ഒന്ന് കറങ്ങി നടക്കുമ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ട സാധനമാണ് ഈ ക്ലേ കലണ്ടേഴ്സ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡസ്റ്റൊക്കെ ഒരു തപ്പി നടക്കുന്ന സമയത്താണ് ഈ സാധനം എൻ്റെ കണ്ണിൽപ്പെടുന്നത്. ക്ലേ കലണ്ടേഴ്സ് ആയിക്കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ക്ലേ വേണം. എൻ്റെ അടുത്താണെങ്കിൽ അത്ര ക്ലേ ഇല്ല. എന്നാലാണ് ഈ POP അഥവാ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എൻ്റെ കയ്യിലുള്ള കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പഠിക്കുന്ന കോഴ്സിനോട് തോന്നുന്നത് പ്രത്യേക ഒരു ബഹുമാനം ഈ സമയത്ത് എനിക്ക് തോന്നി കേട്ടാ. കാരണം ഈ POP കൈ കിട്ടി എന്ത് വൃത്തിയായിട്ട് ഷേപ്പിലേക്ക് ഈ സാധനത്തിന് മാറ്റിയെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ BD സാർക്ക് ഉണ്ട് കേട്ടാ. തുടങ്ങിയപ്പോൾ ഒരു ക്യൂട്ട് ബേർഡിൻ്റെ ഷേപ്പാണെന്ന് എൻ്റെ മനസ്സിലുണ്ടായെങ്കിലും എൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവുകൊണ്ട് ഉണ്ടായി വന്നത് ഒരു അവക്കാഡോൻ്റെ ഷേപ്പാണ്. പക്ഷെ നമ്മൾ പണ്ടേ തോറ്റു കൊടുക്കാത്തതുകൊണ്ട് അവക്കാതെങ്കിൽ അവക്കാദോ ഇതെന്ത് തേങ്ങയാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഫൈനൽ റിസൾട്ട് എന്നെപ്പോലെ തന്നെ നിങ്ങളെ ഞെട്ടിക്കുമെന്നാണ് എൻ്റെ ഒരു ഇത്. POP ആയതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ സാൻഡ് ചെയ്തെടുത്താൽ മാത്രമേ ഇതിൻ്റെ സർഫസ് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കിട്ടും. എന്ത് പറഞ്ഞാലും ക്യൂട്ട്നെസ് ആണല്ലോ നമ്മളെ മെയിൻ. എന്തെല്ലാം കൈവിട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഈ ഒരു ഷേപ്പിൽ എൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു 5-6 മണിക്കൂർ എടുത്തിട്ടാണ്. ഈ ഒരു ആത്മാർത്ഥത ഞാൻ പഠിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ട ആളേനു. അടുത്ത പരിപാടി ഇത് കളറാക്കി ക്യൂട്ടാക്കി എടുക്കാന്നുള്ളതിന്. ഈ ഒരു പെയിൻറ്റ് കാണുമ്പോൾ എനിക്കിപ്പോൾ പേടിയാം. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം ഈ ഒരു സാധനം എപ്പോൾ കൈമെടുത്താലും എൻ്റെ സാധനം കൊളാക്കിയിട്ടേ തിരിച്ചിട്ടാറുള്ളൂ. പെയിൻറ്റ് ചെയ്ത് കൊളാക്കാന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവാണ്. പ്രാവശ്യം അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്ത് കിട്ടിയ സാധനം ആയതുകൊണ്ട് തന്നെ ഇത് പെയിൻറ്റ് ചെയ്ത് കൊളാവാണ്ടിരിക്കാൻ ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ ക്ലേ വെച്ച് ചെയ്യുന്നതന്നെയായിരിക്കും നല്ലത്. POP വെച്ചുണ്ടാക്കുന്നതിൻ്റെ പകുതി പണി മാത്രമല്ലോ ക്ലേ വെച്ചുണ്ടാക്കാൻ വേണ്ടി. ഈ ഡാർക്ക് ഗ്രീൻ പ്ലസ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് നല്ല രസമുണ്ടല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി ഇതിൻ്റെ സെൻറ്റർ പെയിൻറ്റ് ചെയ്യാൻ വന്ന സമയത്താണ് എൻ്റെ കയ്യിൽ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കളർ ഇല്ല എന്നുള്ള കാര്യം തന്നെ ഞാൻ തിരിച്ചറിയുന്നത്. ഇത് പതിക്കിടേണ്ട വരുന്ന ഞാൻ വിചാരിച്ചത് ഒരൊറ്റ കൈ പ്രയോഗം പോലെ ബാക്കി എൻ്റെ ബ്രഷ് പെൻ എടുത്തിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്തത്. POPയിൽ ബ്രഷ് പെൻ വെച്ചുകൊണ്ട് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇതൊന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇടിവെട്ടിവനെ പാമ്പ് കടിച്ച അവസ്ഥയായി. ഇത് മൊത്തം എടുക്കുന്നതിൻ്റെ ഡബിൾ ടൈമാണ് ഈ ബ്രഷ് പെൻ കൊണ്ട് ഈ POP കളർ ചെയ്യാൻ വേണ്ടിക്ക് ഞാൻ എടുത്തത്. എൻ്റെ ഒരു ഭാഗ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഇത്ര ആയതന്നെ എന്തോ ഭാഗ്യം. ഇതുവരെ നല്ല രീതിയിൽ പോയിക്കൊണ്ട് ലാസ്റ്റ് എന്തോ ഒരു പണി വരാനുണ്ട് എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ടേനു. പക്ഷെ പണി വന്നില്ല, ക്യൂട്ട്നെസ് വന്നു ഗൈസ്. ഈ ഒരു സാധനത്തിന് കണ്ണും മൂക്കും ബ്ലഷും വെച്ചപ്പോൾ തന്നെ നല്ല ക്യൂട്ടായി. എനിക്ക് നല്ല ഇഷ്ടമാവും ചെയ്തു. ഏകദേശം രാവിലെ പണിപ്പുരയൊക്കെ അറിയാൻ ഞാനാണ്. എനിക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ കമൻസും അറിയിക്കണേ. ബൈ.